പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കുട്ടിയുടെ കുടുംബം. അർജുനെ അധ്യാപിക 1 വർഷം മുമ്പ് മർദ്ദിച്ചിരുന്നെന്നും ക്ലാസ്സിൽ നിരന്തരം മാനസിക പീഡനം നേരിട്ടതായും പിതാവ് ജയകൃഷ്ണൻ പറഞ്ഞു. മർദ്ദിച്ചതിന്റെ തെളിവുകളും കുടുംബം പുറത്തുവിട്ടു. കഴിഞ്ഞ 14-നാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂർ സ്വദേശി അർജുൻ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ പീഡനം മൂലമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ പരാതി. സംഭവത്തിൽ അർജുന്റെ അധ്യാപിക ആശയ്ക്കെതിരെ കുടുംബം കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു. ദിനം അവനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പഠിക്കുന്ന രീതിയിലും അവൻ 7ാം ക്ലാസ് വരെ സ്കൂൾ ലീഡറായിരുന്നു. അതിനുശേഷം 8ാം ക്ലാസ്സിൽ ലേശം സ്ലോ ആയി. അതിനുശേഷം ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പഠനത്തിൽ ഭയങ്കര വീക്കായി. ഓരോ ചെറിയ പ്രശ്നത്തിനും ഇമ്പോസിഷൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റില്ല, ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള എല്ലാ ഒരു കംപ്ലൈൻറ്റും ഈ ടീച്ചർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അർജുന്റെ മരണത്തിന് പിന്നാലെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ അധ്യാപിക സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചു. പോലീസ് അന്വേഷണവും വകുപ്പ് തല അന്വേഷണവും തുടരുന്നതിനിടെയാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ. എത്രയും പെട്ടെന്ന് കുട്ടികളുടെ മൊഴി എടുക്കണമെന്നാണ്. കാരണം അനുദിനം ഈ പ്രശ്നം നടന്നത് മുതൽ ഓരോ കുട്ടിയുടെ വീട്ടിലേക്കും ഈ ക്ലാസ് ടീച്ചർ സ്വാധീനിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പാരൻസിനെ മെയിനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം നാളേക്ക് ഇതൊരു പ്രശ്നമാക്കരുത്, എങ്ങനെയെങ്കിലും ഇതാവണം, ഒതുക്കി തീർക്കാനുള്ളൊരു ഭാഗത്തിൻ്റെ ഇതായിട്ടാണ് അവർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സിലെ 54 കുട്ടികളെയും ഒരുമിച്ചിട്ട് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ചിട്ട് ഈ കുട്ടികളെ അന്വേഷിക്കണമെന്നും കേസിൽ അന്വേഷണം വേഗത്തിലാക്കി നടപടിയെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ആത്മഹത്യക്ക് പിന്നാലെ ക്ലാസ് ടീച്ചർ ആശ, പ്രധാനാധ്യാപിക ലിസി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കേസിൽ കുഴൽമന്നം പോലീസ് നാളെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തും. ജനം, പാലക്കാട്.